ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ബീഫ് സ്റ്റൂ തയ്യാറാക്കാം. അതിന് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായി ഒരു 7 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10-15 ഇടയിലും വെളുത്തുള്ളി, പിന്നെ 2 പൊട്ടറ്റോ ഇതേപോലെ അരിഞ്ഞത്, 2 ക്യാരറ്റ്, പിന്നെ ഒരു വലിയ സവാള, ആവശ്യത്തിന് കറിവേപ്പില. ഇനി നമുക്ക് ബീഫ് കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എടുത്തു വെച്ച സവാളയിൽ നിന്നും ഒരല്പം സവാളയും ഇതിലേക്കിട്ട്, പിന്നീട് കുറച്ച് ഇഞ്ചി നേരത്തെ എടുത്ത ആ ക്വാണ്ടിറ്റിയിൽ നിന്ന് തന്നെ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയും, ശേഷം കുറച്ച് പച്ചമുളകും ഇട്ട് ബീഫിലേക്ക് ഒരിത്തിരി എരിവൊക്കെ പിടിക്കാൻ, വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റ് ഒന്ന് അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൽ അടച്ച് വെച്ച് വേവിക്കാം. ഒരു 80% വേവിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് പട്ട, 2-3 ഗ്രാമ്പ്, പിന്നെ ഏലക്ക. ഗ്രാമ്പും ഏലക്കയും ഞാൻ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൂ തയ്യാറാക്കാനുള്ള പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഇനി അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഏലക്കയും ഗ്രാമ്പും പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള പട്ടയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് അതിൽ കിടന്ന് മൊരിയുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഇനി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതും അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി എടുത്ത് വെച്ചിട്ടുള്ള സവാള അതും ഒന്ന് ഈ എണ്ണയിൽ കിടന്നൊന്ന് നന്നായിട്ട് വഴന്ന് വരണം. അതിനായിട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇറച്ചി ഒരു 80% വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വഴറ്റാൻ വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ 80% വെന്തിട്ടുള്ള ബീഫിലേക്ക് നമുക്ക് പൊട്ടറ്റോയും ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് വേവിച്ചിട്ട് സ്റ്റൂവിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുക്കറിൽ ഈ ഇറച്ചിയുടെ കൂടെ തന്നെ ഒന്ന് വേവിക്കുകയാണ്. അപ്പോൾ ആ ഇറച്ചിയുടെ ഒരു ടേസ്റ്റൊക്കെ അതിലേക്ക് പിടിക്കും. ഒരു വിസിൽ മതിയാവും അത്. അപ്പോൾ ഇത് കുക്കർ മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ വഴറ്റാൻ വെച്ചിട്ടുള്ള സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി പെപ്പർ പൗഡറൊക്കെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഗരം മസാലയാണ്. ഗരം മസാല ഒരുപാടൊന്നും ആവശ്യമില്ല, കാര്യം നമ്മൾ ആദ്യം തന്നെ കുറച്ച് സ്പൈസസ് ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇനി അതുമൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാൽ 1.5 ഗ്ലാസ്, പിന്നെ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ അത് ഒരു 3 ഗ്ലാസ് നമ്മൾ തേങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റും പൊട്ടറ്റോയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള സവാളയിലേക്ക് ഇറച്ചിയും ക്യാരറ്റും എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സവാളയും മസാലകളും എല്ലാമായിട്ടൊന്ന് ഒരുവിധം നന്നായി തിളച്ച് വരണം. തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2ാം പാൽ, അതായത് കട്ടി കുറഞ്ഞ പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിള വരണം. അതായത് തിളച്ച് തുടങ്ങുമ്പോഴേക്ക് വേണം നമ്മൾ അല്പം കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കറിവേപ്പിലയും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക്, കട്ടിയുള്ള തേങ്ങാപ്പാൽ 1ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് തിളച്ചിട്ടുണ്ട് നന്നായിട്ട്. ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ കിട്ടും. അത് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ എനിക്ക് കോക്കനട്ടൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് ഞാനിത് കോക്കനട്ട് മിൽക്ക് എടുത്ത് ചേർക്കുകയാണ്. അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് ഇത് 1ാം പാൽ ആഡ് ചെയ്തതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് തിളയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ സ്റ്റൂ ഒക്കെ ഏകദേശം 90% റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യിൽ കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്ത്
ഇതിലേക്ക് ആഡ് ചെയ്യണം. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിനായിട്ടൊരു പാനിൽ ഞാനിവിടെ നെയ്യിട്ടിട്ട് കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരണം. ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കിസ്മിസ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സ്റ്റൂവിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റൂ ആണ്. ചിക്കനും മട്ടണും ഒക്കെ ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും അരിപ്പുട്ടിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റാണിത്. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.